സാധാരണ ഒരു 40 വയസ്സ് കഴിയുമ്പോഴാണല്ലോ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും മറ്റ് വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങളും നമ്മളിൽ കുറേശ്ശെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത്. പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ ഇതുവരെ അധികം ചർച്ച ചെയ്യപ്പെടാത്ത എന്നാൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു റീസണുണ്ട്. അതിന് പറയുന്നത് സാർക്കോപീനിയ എന്നാണ്. എന്താണ് സാർക്കോപീനിയ? പ്രായം മൂലം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പേശികളുടെ നഷ്ടമാണ്. അതൊരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബയോളജിക്കൽ പ്രോസസ്സ് തന്നെയാണ്. ശരിയായ സാർക്കോപീനിയ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ സാർക്കോപീനിയയെ പ്രതിരോധിക്കാവുന്ന മാത്രമല്ല പേശികളുടെ നഷ്ടത്തെ തടയാൻ കൂടെ സാധിക്കും എന്നാണെങ്കിലോ. അതുപോലെ മറ്റൊന്ന്, ഒരുപക്ഷെ പേശികൾ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും നമ്മുടെ ശരീരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള പേശികൾ ഡെവലപ്പ് ചെയ്യാത്തതെന്ത്? ചെറുപ്പക്കാരിലായിക്കോട്ടെ പ്രായമുള്ളവരിലായിക്കോട്ടെ. ആ കണ്ടീഷന് പറയുന്ന പേരാണ് അനബോളിക് റെസിസ്റ്റൻസ്. എന്തുകൊണ്ടാണ് അനബോളിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് പേശികൾ ഡെവലപ്പ് ചെയ്യുന്നില്ല? നമുക്ക് എങ്ങനെ ഇതിനെ മറികടക്കാൻ സാധിക്കും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പേശികൾ, ആ പേശികളുടെ ആരോഗ്യത്തെ നിലനിർത്തുവാൻ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഹെൽത്ത് സർക്കിൾസിലും മെഡിക്കൽ കമ്മ്യൂണിറ്റിയിലും പേശികളെക്കുറിച്ച്, മസിൽസിനെക്കുറിച്ച് വളരെയധികം ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതൊരു ശുഭകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പലർക്കും മസിൽസിൻ്റെ ഈ ഒരു ഹെൽത്ത് ആസ്പെക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെഡിക്കൽ ആസ്പെക്റ്റ് ഇപ്പോഴും വേണ്ട രീതിയിൽ മനസ്സിലായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ പേശികൾ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന തീരുമാനിക്കുക, നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ആകൃതി തീരുമാനിക്കുക, ചലനത്തെ ഹെൽപ്പ് ചെയ്യുക, എന്തിന് നമ്മുടെ ഒരു അഴകിന് പോലും നമ്മുടെ പേശികൾക്ക് ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ ഈ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറയാവുന്ന മാത്രം ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ആയിട്ടുള്ള മെറ്റബോളിസത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പേശികളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ ഫങ്ഷൻസിനെ, രോഗപ്രതിരോധ സംവിധാനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും പേശികളാണ്. നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ സിസ്റ്റത്തിൻ്റെ ബാലൻസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും പേശികളാണ്. എന്തിന്? നമ്മുടെ തലച്ചോറിനെയും അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങളെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും പേശികളാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം. അതിജീവനത്തിന് വേണ്ടിയിട്ടും ആയുസ്സിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ ശരീരത്തിലെ ഓർഗൻ മസിൽസാണ്. ഇത്തരത്തിൽ പേശികൾ നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ ലിസ്റ്റ് വളരെ വലുതാണ്. ഉദാഹരണമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഡയബറ്റിസ്, ഫാറ്റി ലിവർ, ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, എന്തിന് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആയിട്ടുള്ള ഡിമെൻഷ്യയും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസും മെനോപോസ് പോലുള്ള പല കണ്ടീഷൻസിലും മസിൽസിൻ്റെ റോള് വളരെയധികം ക്രിട്ടിക്കലാണ്. നമുക്കെല്ലാവർക്കും ഒരു 30-40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് മസിൽ ലോസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാർക്കോപീനിയ എന്നുള്ളത്. പക്ഷേ ഈ സാർക്കോപീനിയ നമ്മുടെ ശരീരത്തിലും ആരോഗ്യത്തിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് നമ്മളെ പേടിപ്പെടുന്ന ഒന്നായിട്ട് മാറാം. ഏകദേശം 30-40 വയസ്സ് മുതൽ നമ്മുടെ ശരീരത്തിലെ മസിൽ മാസ്, അതായത് പേശികളുടെ വലിപ്പം ഒരു വർഷം 1% മൂലം കുറഞ്ഞ് ഏകദേശം 70 വയസ്സാകുമ്പോൾ ഒരു 30-40%, 30 മുതൽ 40% മസിൽ മാസിൻ്റെ ഡിറ്റോറിയേഷൻ ഉണ്ടാകുന്നത്. ഇനി പേശികളുടെ സ്ട്രെങ്ത്, അതായത് അതിൻ്റെ ശക്തി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതലാണ്. ഏകദേശം 2% ഡിക്ലൈനാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത്. അതായത് ഒരു 70 വയസ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു 30-40 വയസ്സുള്ള സമയത്തുള്ള പേശികളുടെ വലിപ്പമോ പേശികളുടെ ശക്തിയോ അയാൾക്കുണ്ടാവില്ല. ഇതുമൂലം എന്താണ് പ്രോബ്ലം? പ്രായമുള്ള ആൾക്കാർ, വാർദ്ധക്യമുള്ള ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഫാൾ ഇഞ്ചുറീസ്. പ്രത്യേകിച്ച് ഒരു ഹിപ്പ് ഫ്രാക്ചർ ആണെങ്കിൽ ഡേറ്റ പറയുന്നത് ഹിപ്പ് ഫ്രാക്ചർ മൂലം കിടപ്പിലാവുന്ന ഏജ്ഡ് പോപ്പുലേഷനിൽ 12 മാസത്തിനുള്ളിൽ ഭൂരിഭാഗം ആൾക്കാർക്ക് മരണം പോലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സൈലൻറ്റ് കില്ലറാണ് സാർക്കോപീനിയ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിൽ പലർക്കും ഇതറിയില്ല. ഒന്ന് ഓർത്തു നോക്കുക, ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ നിന്ന് സ്പേസിലോട്ട് പോയ ശുഭാംശു ശുക്ല, അദ്ദേഹം സ്പേസിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ആദ്യം ചെയ്തത് എന്താണെന്ന് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടോ? അദ്ദേഹം ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ പേശികളെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരു 3 ആഴ്ചയോളം സമയം ചെലവഴിച്ചത്. ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിസിയോയും മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് സാധാരണ ജീവിതത്തിൽ തിരിച്ചു വരാൻ സാധിച്ചത്. നമ്മളിൽ പലരും സ്പേസിലൊന്നും പോകുന്നില്ല,
പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും അറിയാതെ തന്നെ നമ്മളുടെ പേശികൾ ഓരോ വർഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു 40 വയസ്സിൽ കൂടുതലാണ് പ്രായമെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ നഷ്ടപ്പെടുന്നു. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഈ പേശികൾ നിർമ്മിക്കുന്നത്? ഒരുപക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന സയൻസ് കുറച്ച് കടുപ്പമാണെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് മനസ്സിലാക്കാതെ ഈ പ്രശ്നം പരിഹരിക്കുന്നത് അത്ര എളുപ്പമല്ല. നമ്മുടെ ശരീരത്തിൽ തുടർച്ചയായി നടക്കുന്ന ഒരു നിർമ്മാണ പ്രക്രിയയുണ്ട്. അതിനെ വിളിക്കുന്നത് അനബോളിസം എന്നാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു വിഘടന പ്രക്രിയയുണ്ട്. വിഘടനവാദമല്ല, വിഘടന പ്രക്രിയയുണ്ട്. അതിൻ്റെ പേര് കാറ്റബോളിസം എന്നാണ്. നമ്മുടെ ശരീരത്തിലെ മസിൽസിനെ ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സ് അതിനെ വിളിക്കുന്നത് മസിൽ പ്രോട്ടീൻ സിന്തസിസ് MPS. അതൊരു ആനബോളിക് ആക്ടിവിറ്റിയാണ്. അതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അമിനോ ആസിഡ് പോലുള്ള സൂക്ഷ്മമായിട്ടുള്ള പോഷകങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പേശികൾ ബ്രേക്ക് ഡൗൺ നടക്കാറുണ്ട്. അതിനെ വിളിക്കുന്നത് മസിൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ എന്നാണ്, MPB. അതൊരു കാറ്റബോളിക് ആക്ടിവിറ്റിയാണ്. നമുക്ക് കുറച്ചുകൂടെ ഡീപ്പറായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. എങ്ങനെയാണ് പേശികളുടെ കോശങ്ങളിൽ നിർമ്മാണ പ്രക്രിയ നടക്കുന്നത്? പേശികളിൽ നിർമ്മാണ പ്രക്രിയയെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടൊരു പാത്ത് വേ ആണ്. അതിനെ വിളിക്കുന്നത് mTOR പാത്ത് വേ എന്നാണ്, MTOR, മെക്കാനിസ്റ്റിക് ടാർഗറ്റ് ഓഫ് റാപ്പമൈസിൻ എന്ന് പറയുന്ന ഒരു പാത്ത് വേ ആണ്. ഇദ്ദേഹമാണ് ഈ മസിൽ പ്രോട്ടീൻ സിന്തസിസിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്വിച്ച് ബോർഡ്, ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് തീരുമാനിക്കുന്നത് പേശികൾ ഉണ്ടാക്കണമോ വേണ്ടയോ എന്നുള്ളത്. ഈ mTOR പാത്ത് വേ ആക്ടിവേറ്റ് ചെയ്യുന്നത്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സിഗ്നലുകളെയാണ് അനബോളിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും പേശികളുടെ നിർമ്മാണത്തിനെ ത്വരിതപ്പെടുത്തുന്ന 3 സിഗ്നൽസ് ഇതൊക്കെയാണ്. ഒന്ന്, നമ്മളുടെ പേശികൾക്ക് കിട്ടുന്ന പ്രോട്ടീൻ, അതും എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്, അതും വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു അമിനോ ആസിഡാണ് പേശികളുടെ നിർമ്മാണത്തിന് പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ. ആ അമിനോ ആസിഡ് ലൂസീനാണ്. അപ്പോൾ ലൂസീൻ വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നലിംഗ് പാത്ത് വേ ആണ്. രണ്ടാമത്തെ സിഗ്നലിംഗ് പാത്ത് വേ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആനബോളിക് സിഗ്നൽ എന്ന് പറയുന്നത് ലോഡാണ്. അതായത് പേശികൾക്ക് കൊടുക്കുന്ന മെക്കാനിക്കൽ സ്റ്റിമുലയാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെക്കാനിക്കൽ സ്റ്റിമുലയാണ് പ്രധാനപ്പെട്ട പേശികളുടെ നിർമ്മാണത്തിലുള്ള രണ്ടാമത്തെ ആനബോളിക് സിഗ്നൽ. മൂന്നാമത്തെ ആനബോളിക് സിഗ്നൽസ് ഹോർമോണുകളാണ്. ഉദാഹരണം ഇൻസുലിൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസുലിൻ നമ്മൾ കേട്ടിട്ടുള്ളത് ഡയബറ്റീസുമായിട്ടും ഗ്ലൂക്കോസ് മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പേശികളുടെ നിർമ്മാണത്തിന് ഇൻസുലിൻ വളരെ ആവശ്യമാണ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഇൻസുലിൻ ആവാം, അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണുകളാവാം. പ്രധാനമായിട്ടും ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റുവേറ്ററി എന്നാണ്. പക്ഷേ ഒരു 30-40 കഴിയുമ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയും. മറ്റൊരു പ്രധാനപ്പെട്ട ഹോർമോൺ സിഗ്നൽ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റെറോൺ. അത് നമ്മുടെ ഗൊണാഡ്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഹോർമോൺ സിഗ്നലുണ്ട്. അതിൻ്റെ പേരാണ് IGF-1, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1 എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് കരളിൽ നിന്നാണ്. അപ്പോൾ സുസജ്ജമായ ഒരു കരൾ പേശികളുടെ നിർമ്മാണത്തിന് ആവശ്യമാണ് എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതുവരെ നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമുക്ക് പേശികൾ നഷ്ടപ്പെടുന്നത്, സാർക്കോപ്പീനിയ എന്തുകൊണ്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പേശികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, എന്തുകൊണ്ട് ആനബോളിക് റെസിസ്റ്റൻസ് ഉണ്ടാകും. ഒന്നുകിൽ നമ്മൾ നേരത്തെ സംസാരിച്ച mTOR പാത്ത് വേ ആക്ടിവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 3 ആനബോളിക് സിഗ്നൽ, പേശികളുടെ നിർമ്മാണത്തിന് കൊടുക്കുന്ന സിഗ്നലുകൾ വീക്കാണ്, വേണ്ടത്ര അളവിലില്ല. അല്ലെങ്കിൽ സിഗ്നൽ ഉണ്ടായിട്ടും ശരീരം പ്രതികരിക്കുന്നില്ല, പേശികൾ ഉണ്ടാകുന്നില്ല. നമുക്കിതിനെങ്ങനെ പരിഹരിക്കാൻ നോക്കാം. സൊല്യൂഷൻ നമ്പർ 1, ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷനായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല, പേശികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെക്കാനിക്കൽ സ്റ്റിമുലേ കൊടുക്കുക എന്നുള്ളതാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ പേശികൾക്ക് കടുത്ത വ്യായാമം നൽകുക എന്നുള്ളതാണ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ സംഭവിക്കേണ്ടത് പേശികളുടെ ഫൈബറുകൾ ബ്രേക്ക് ഡൗൺ ഉണ്ടാകണം. ആ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുന്നതിൽ നിന്നുണ്ടാകുന്നൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ആ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് പുതിയ പുതിയ കോശങ്ങളെയാണ്. അപ്പോൾ പുതിയ കോശങ്ങളെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റെസ്പോൺസ്, ആ ഒരു ഗ്രോത്തിനുള്ള റെസ്പോൺസ് ഉണ്ടാക്കി കൊടുക്കുന്നത് മസിൽ ഫൈബർ ബ്രേക്ക് ഡൗൺ ആണ്. മസിൽ ഫൈബർ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുന്നത് എക്സസൈസിൽ കൂടെ തന്നെയാണ്. ഭൂരിഭാഗം ആൾക്കാരും മസിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കാൻ ആവശ്യമായ അളവിൽ ആ രീതിയിലുള്ള എക്സസൈസ് ചെയ്യാറില്ല.
മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ആർ അണ്ടർ എക്സസൈസിങ്. എക്സസൈസിൽ ഈ വിഷയത്തിൽ പേശികൾ ഉണ്ടാക്കണമെങ്കിൽ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് പ്രോഗ്രസീവ് ഓവർലോഡിങ് എന്നുള്ളതാണ്. ഇന്ന് ഒരു ഫിറ്റ്നസ് സർക്കിളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള വാക്കാണ്. പക്ഷേ ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ വാക്കാണെങ്കിൽ ഞാൻ പറയും മസിൽ ബിൽഡപ്പിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്താണ് പ്രോഗ്രസീവ് ഓവർലോഡ് എന്നുള്ളതാണ്. ഇന്ന് എന്നോടൊപ്പം എന്താണ് ഈ പ്രോഗ്രസീവ് ഓവർലോഡ്, അതിൻ്റെ സയൻസ് എന്താണ് എന്ന് വിശദമാക്കാനായിട്ട് വൈഷ്ണവ് ജോയിൻ ചെയ്യുന്നുണ്ട്. വൈഷ്ണവ് ഹാർമണി പാനലിലെ ഒരു ഫിറ്റ്നസ് എക്സ്പെർട്ടാണ്. ഇൻട്രസ്റ്റിംഗ്ലി വൈഷ്ണവും ഞങ്ങളുടെ ടീമിലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റും ഫിസിഷ്യൻസും ന്യൂട്രീഷനിസ്റ്റും ഒക്കെ ചേർന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാമാണ് ഫൺഫിറ്റ് 360 എന്ന് പറയുന്നത്. ഇതൊരു ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. രാവിലെയും വൈകുന്നേരവും വൈഷ്ണവും ടീമും ഇതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഇതുവരെ എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാരായിട്ടുള്ള മേ ബി ഒരു ബിഗിനർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ മുതൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യാവുന്ന മുഴുവൻ ആൾക്കാരെയും എക്സസൈസിൻ്റെ പല ഏറ്റവും മികച്ച സയൻസും അതിൽ പ്രധാനപ്പെട്ട ഈ പ്രോഗ്രസീവ് ഓവർലോഡിങ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാമാണ് ഫൺഫിറ്റ് 360. വൈഷ്ണവ്, എക്സാക്ട്ലി എന്താണ് ഈ പ്രോഗ്രസീവ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്? പ്രോഗ്രസീവ് ഓവർലോഡിങ്ങിനെ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നോ ചലഞ്ച് നോ ചേഞ്ച് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 5 kg ഒരു 7 kg നമ്മളൊരു ഷോൾഡർ പ്രസ്സോ ഏത് മൂവ്മെന്റും ആയിക്കോട്ടെ, നമുക്ക് പറ്റുന്ന ഒരു റെപ്പറ്റീഷൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ഉണ്ടാവും. അത് നമ്മളൊരു ഫ്യൂ റെപ്പറ്റീഷൻ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് നാൾ ആ ഡംബിൾസിൽ നമ്മളൊരു റെപ്പറ്റീഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ മസിൽസ് ആ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മുടെ മസിൽസിന് അവിടെ ഒരു ഗ്രോത്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ അവിടെ പ്രോഗ്രസീവ് ആയിട്ട് ഓവർലോഡ് ചെയ്യണം. പ്രോഗ്രസീവ് ആയിട്ട് ഓവർലോഡ് ചെയ്യാൻ ഇപ്പോൾ വെയിറ്റ് തന്നെ കൂട്ടണം എന്നില്ല, പക്ഷേ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അത് തന്നെയാണ്. അതിന്റെ കൂടെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? നമുക്കൊരു ടൈം അണ്ടർ ടെൻഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു വർക്ക്ഔട്ട് ചെയ്യുന്ന സമയം കുറച്ചും കൂടി എടുത്ത് ചെയ്യാം. കുറച്ചും കൂടെ സമയം നമുക്ക് ആ ഒരു മസിൽസിന് ടെൻഷൻ കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റെപ്പറ്റീഷൻസ് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഫോം കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളിലും കൂടെയും നമുക്ക് ആ ഒരു പ്രോഗ്രസീവ് ഓവർലോഡ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു സയൻസ് നമ്മളവിടെ അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മുടെ മസിൽസിന് എന്ത് സംഭവിക്കുന്നുള്ളൂ, ഒരു ബ്രേക്കേജ് സംഭവിച്ച് അതിനെ നമ്മൾ റിക്കവർ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും അവിടെ നമ്മൾ മസിൽസ് ബ്രേക്ക് ചെയ്യുന്നു, നമ്മൾ റെസ്റ്റ് എടുക്കുന്നു, അതിനെ റിക്കവർ ചെയ്യുന്നു, നമ്മൾ അതിനെ ഗ്രോത്ത് ചെയ്തെടുക്കുന്നു. അതേ പ്രോസസ്സ് ഒരു ലോങ് ടൈമിൽ കഴിയുമ്പോൾ അത് അവിടെ സ്റ്റക്ക് ആവുന്നു. ആ ഒരു സമയത്ത് നമുക്ക് വീണ്ടും ആ ഒരു സ്റ്റിമുലന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സയൻസ് ആണ് പ്രോഗ്രസീവ് ഓവർലോഡ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പേശികളുടെ വളർച്ച നടക്കുന്നത് ഒരു പെയിൻ സോണിലാണ്. കുറച്ച് വേദന ഉണ്ടാകും. വേദനയുടെ പ്രധാനപ്പെട്ട കാരണം മസിൽ ബ്രേക്ക് ഡൗൺ ആണ്. അതൊരു കംഫർട്ട് സോണിൽ നടക്കുന്ന ഒന്നല്ല. ഒരു പക്ഷേ എക്സസൈസുകൾ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ആ ചെറിയ നിലവിളി ശബ്ദം തീർച്ചയായിട്ടും പുതിയ പേശികൾ ഉണ്ടാകുന്നതിൻ്റെ തുടക്കമാണ്. രണ്ടാമത്തെ അനബോളിക് സിഗ്നൽ ലൂസീനാണ്. നമുക്ക് പ്രോട്ടീൻ തുടങ്ങാം. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിർമ്മാണ വസ്തുവാണ്. പ്രോട്ടീൻ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അതിലെല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വേണം. മസിൽ ബിൽഡപ്പ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ ഏറ്റവും പ്രാധാന്യം ലൂസീനാണ്. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് ആയിട്ടുള്ള ലൂസീൻ യഥേഷ്ടം ആവശ്യാനുസരണം ഉണ്ടാവുകയും അത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ രക്തത്തിൽ ഒരു ലൂസിനീമിയ, അതായത് ലൂസിൻ്റെ അളവ് കൂടുന്ന ഒരവസ്ഥ, ലൂസിനീമിയ ഉണ്ടാക്കുന്ന അളവിൽ പ്രോട്ടീൻ കഴിച്ചെങ്കിൽ മാത്രമേ മസിൽ ഉണ്ടാക്കൂ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. പ്രോട്ടീൻ്റെ അളവിനെക്കുറിച്ച് ചർച്ച നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോഴും ഒരു 10-50 വർഷം മുമ്പ് തന്നെയാണ് ഒരു 0.8 gram per kilogram എന്ന ശാസ്ത്രീയ കണക്കിൽ ഇപ്പോഴും നമ്മളിൽ പലരും കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, അനബോളിസം അതായത് പ്രോട്ടീൻ്റെ നിർമ്മാണ പ്രക്രിയ തുടങ്ങുന്നത് തന്നെ 1.6 gram per kilogram ബോഡി വെയ്റ്റിൽ പ്രോട്ടീൻ കഴിക്കുമ്പോൾ മാത്രമാണ്. അതാണ് ഒരു ബേസിക് ലെവലായിട്ടുള്ള ഒരു സർവൈവൽ പ്രോട്ടീൻ റിക്വയർമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി പേശികൾ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ 1.6 to 2.2 gram per kilogram അളവിൽ പ്രോട്ടീൻ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള മറ്റൊരു അനബോളിക് സിഗ്നലായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അതും ഉറപ്പാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് ലൂസിൻ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ചോദ്യം, ലൂസിൻ അടങ്ങുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ലൂസിൻ എന്നുള്ള അമിനോ ആസിഡ് അടങ്ങുന്ന ഭക്ഷണം ഏതൊക്കെയാണ്? ലിസ്റ്റ് വായിക്കുകയാണെങ്കിൽ എൻ്റെ മുൻനിരയിൽ വരുന്ന ലിസ്റ്റ് നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, എഗ്ഗുണ്ട്, ഫിഷ് ഉണ്ട്. അതുപോലെ ഏറ്റവും നല്ല അളവിൽ ലൂസിൻ കാണുന്ന മറ്റൊന്ന് ഒരു ഡയറി പ്രോഡക്റ്റാണ്, വേ പ്രോട്ടീനാണ്. അതുപോലെ ചീസ്. ഇനി ബ്രൗൺ റൈസിലും ഓട്സിലും കുറച്ച് ലൂസിനുണ്ട്.
സോയിസിലും ചിക്ക് പീസിലും ബ്ലാക്ക് ബീൻസിലും ഉണ്ട്, സീഡ്സിൽ പ്രത്യേകിച്ചും പംകിൻ സീഡ്സിലും ഹെംപ് സീഡ്സിലും കുറച്ച് ലൂസിനുണ്ട്, പീനട്ടിലും കുറച്ച് ആൽമണ്ട്സിലും ഒക്കെ ലൂസിനുണ്ട്. ആവശ്യകത എന്നെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓരോ മീലിലും ഒരു 2.5 to 3 ഗ്രാം ലൂസിൻ ഉണ്ടെങ്കിൽ നല്ല പേശികളുണ്ടാവും. അങ്ങനെയൊന്നും കണക്ക് കൂട്ടി കഴിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഹാർമണിയിൽ ഞങ്ങളുടെ ക്ലയൻസിനോട് പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഫോർമുല കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആണ്. ആ ഫോർമുല ഇതാണ്: 30-30-30 എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൽ 30 ഗ്രാം കംപ്ലീറ്റ് പ്രോട്ടീൻ, ഉച്ചയ്ക്ക് 30 ഗ്രാം കംപ്ലീറ്റ് പ്രോട്ടീൻ, വൈകുന്നേരം ഡിന്നറിൽ 30 ഗ്രാം കംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഇത്തരത്തിലുള്ളൊരു പ്രോട്ടീൻ്റെ ആവശ്യകത ഈസി ആയിട്ട് നടന്നു പോകും. ഇതൊരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരുപക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട, എസ്പെഷ്യലി നിങ്ങൾ മസിൽ ബിൽഡിങ്ങിന് ഫോക്കസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു എക്സലൻ്റ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ് വേ പ്രോട്ടീനാണ്. ഇന്ന് നല്ല സേഫ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി വേ പ്രോട്ടീൻസ് ഇന്ന് മാർക്കറ്റിൽ യഥേഷ്ടം അവൈലബിളാണ്. സോ അത്തരത്തിലുള്ളൊരു വേ പ്രോട്ടീൻ നിങ്ങളുടെ ലൂസീൻ്റെ ആവശ്യകത ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യുന്നുണ്ടോ. ആനബോളിക് സിഗ്നൽസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സിഗ്നലിനെ കുറിച്ച് പറഞ്ഞു, അത് ഹോർമോണാണ്. എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ കൂടുതൽ ആൾക്കാർക്കും പേശികളുടെ നിർമ്മാണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ സ്റ്റേറ്റസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഹോർമോണാണ്. പക്ഷേ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ പ്രവർത്തനക്ഷമമല്ലെങ്കിലോ പല ആൾക്കാർക്കും അറിയില്ല അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത്. നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ 5 to 7 മുകളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസുലിൻ വേണ്ടത്ര രീതിയിൽ പേശികളിലോട്ട് ആ സ്റ്റിമുലേഷൻ പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പേശികളുടെ നിർമ്മാണത്തിന് തടസ്സം നിന്നേക്കാം. ഒരുപക്ഷെ പ്രീ ഡയബറ്റീസിനും കാരണമാകുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. ഇവിടെ ഒരു വളരെ രസകരമായ വസ്തുതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പേശികളുടെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പേശികളുടെ അളവും കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും വേണമെങ്കിൽ ഒരു വിഷ്യസ് സർക്കിൾ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള ഹോർമോണൽ ഇഷ്യൂസ് പേശികളുടെ നിർമ്മാണത്തിന് തടസ്സം ഉണ്ടായേക്കാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ കൂടുതലും കാണുന്നൊരു സാർവത്രികമായിട്ട് കാണുന്ന ഒരു അവസ്ഥ ഒബേസിറ്റിയിലാണ്, അമിതവണ്ണമുള്ള ആൾക്കാരിലാണ്. എന്തുകൊണ്ട് അമിതവണ്ണമുള്ള ആൾക്കാരിൽ പേശികൾ ഉണ്ടാകുന്ന തടസ്സം? പ്രധാനപ്പെട്ട കാരണം അമിതവണ്ണമുള്ള ആൾക്കാരുടെ കൊഴുപ്പിൻ്റെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഫ്ലമേറ്ററി ഹോർമോണുകളാണ്, ഇൻഫ്ലമേറ്ററി മോളിക്യൂളുകളാണ്. സൈറ്റോകൈൻസ് പോലുള്ള ഇൻഫ്ലമേഷൻ മൂലം അനബോളിസം, അതായത് പേശികളുടെ നിർമ്മാണത്തിന് തടസ്സമുണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ അമിതവണ്ണം മൂലമുള്ള ഇൻഫ്ലമേഷൻ, ഇതൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യെങ്കിൽ മാത്രമേ പേശികളുടെ നിർമ്മാണം നമുക്ക് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മസിൽ പ്രിസർവേഷൻ സ്ട്രാറ്റജി, പേശികളെ നിലനിർത്തുക, പേശികളെ ബിൽഡ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി എപ്പോൾ തുടങ്ങണം? ഐഡിയൽ ടൈം നിങ്ങളുടെ വയസ്സ് 30-40 ആവുമ്പോഴെങ്കിലും തുടങ്ങണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ റിട്ടയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന് വിചാരിക്കുന്നു. സപ്പോസ് നിങ്ങൾ റിട്ടയർ ചെയ്യണം. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ പ്രകാരം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എപ്പോൾ തുടങ്ങണം? 60-ാമത്തെയോ 65-ാമത്തെ വയസ്സിൽ തുടങ്ങിയാൽ മതിയോ? പോരാ. ഒരു 30-40 വയസ്സിലെങ്കിലും നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് പേശികളുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രായം 30-നോടോ 40-നോടോ അടുത്തൊരാളാണെന്നുണ്ടെങ്കിൽ ദിസ് എ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് പ്രിസർവിങ് മസിൽസ്, പ്രിവെൻറ്റ് സാർക്കോപീനിയ ആൻഡ് ഓവർകം അനബോളിക് റെസിസ്റ്റൻസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സപ്പോസ് നിങ്ങൾക്ക് 60 വയസ്സായി, 50 വയസ്സ് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഈ പ്രായത്തിലും നമുക്ക് പേശികൾ ബിൽഡ് ചെയ്യാൻ സാധിക്കുമോ? പേശികൾക്ക് പ്രായമില്ല. സയൻറ്റിഫിക്കായിട്ട് നടത്തിയിട്ടുള്ള എല്ലാ ഡേറ്റയും നമ്മളോട് പറയുന്നത് ഏത് പ്രായക്കാർക്കും ആവശ്യമായ രീതിയിൽ ഒരു ആനബോളിക് സിഗ്നൽസ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ പേശികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതായത് ശരിയായിട്ടുള്ള പ്രോട്ടീൻ, ലൂസീൻ അടങ്ങുന്ന പ്രോട്ടീൻ, ശരിയായിട്ടുള്ള എക്സസൈസ്, അതോടൊപ്പം തന്നെ ശരിയായ രീതിയിലുള്ള ഒരു പ്രിസിഷൻ ന്യൂട്രീഷൻ കൊണ്ട് ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏത് പ്രായക്കാർക്കും മസിൽസ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, പ്രായമായില്ലേ, മസിൽസൊക്കെ വളരെ വീക്കായി, പേശികളൊക്കെ വളരെ ദുർബലമായി. ശരിക്കും അങ്ങനെ അല്ല പറയേണ്ടത്. എപ്പോഴാണോ നിങ്ങളുടെ പേശികൾ ദുർബലമാവുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് പ്രായമാകുന്നത്. സോ ഏജിങ് ഈസ് മോസ്റ്റ്ലി ഡിസൈഡഡ് ബൈ യുവർ മസിൽ മാസ് ആൻഡ് മസിൽ സ്ട്രെങ്ത്. ആൻഡ് വാട്ട്സ് എ ഗുഡ് ന്യൂസ്, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണോ പേശികൾ ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോഴത്തെ നിങ്ങളുടെ ശരീരത്തിലെ പേശികളുടെ ഘടന എത്രയാണെന്ന് നോക്കുക. കഴിയുമെങ്കിൽ ഒരു ബോഡി കോമ്പോസിഷൻ അനാലിസിസ്,
ഇൻബോഡി പോലുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള ബോഡി കോമ്പോസിഷൻ അനലൈസിൽ കൂടെ നിങ്ങളുടെ ശരീരത്തിൽ എത്ര പേശികളുണ്ടെന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. അത് ഒരു 40 to 45% ഓഫ് ദി ടോട്ടൽ ബോഡി മാസ്, ടോട്ടൽ ബോഡി വെയ്റ്റ് എങ്കിലും ഉണ്ടെങ്കിൽ അതൊരു നല്ലൊരു ടാർഗറ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആൻഡ് ട്രാക്ക് ഇറ്റ്. എല്ലാ മാസവും പേശികളുടെ പുരോഗതി ഒന്ന് ട്രാക്ക് ചെയ്യുക. ഒരു പക്ഷേ 1%, 2% ഉണ്ടാകുന്ന പുരോഗതി, അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള ഡയറ്ററി ചേഞ്ചസ്, ന്യൂട്രീഷണൽ ചേഞ്ചസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നിങ്ങളിൽ വലിയ മാറ്റം നിങ്ങളുടെ ആരോഗ്യത്തിലുണ്ടാക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ടൈം, ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ എഫേർട്ട് ആൻഡ് ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ മണി ഒരു സംശയമില്ല മസിൽ ബിൽഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ്.